ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ഈ നോമ്പ് പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മെ നടത്തി. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപകളും നമ്മോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കായിരിക്കാം. ഇന്നലെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ ഒരു പകൽക്കാലം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ അങ്ങ് കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഈ സന്ധിയില് ഞങ്ങള് വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയായി ഒരു നോമ്പ് നാളുകളിലൂടെയൊക്കെ കടന്നു പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ വരുത്തുവാൻ അച്ചടക്കവും ഒരുക്കവും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി കർത്താവെ, ഇങ്ങനെയുള്ള ഈ ആത്മീയമായ ഒരുക്കത്തിന്റെ നാളുകളിൽ കുറെ കൂടെ ക്രിസ്തുവിനോടുകൂടെ അടുക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുവാനും, പ്രത്യേകിച്ച് കർത്താവെ, നിന്റെ വചനത്തിൽ കൂടുതൽ ആഴങ്ങളിൽ അറിവുകൾ ഒക്കെ നേടുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ആത്മീയമായ കർത്താവെ, അജ്ഞതകളെ അവിടുന്ന് പരിഹരിക്കണമേ. വചനത്തെ കൂടുതൽ അടുത്ത് അറിയുവാനും, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കടന്നുകൂടിയിരിക്കുന്ന പാപകരമായ അവസ്ഥകളെ തിരിച്ചറിയുവാനും, അതിൻ്റെ മേലൊക്കെ ആത്മീയമായ വിജയങ്ങളൊക്കെ നേടി കർത്താവെ നിനക്കുള്ളവരായി ഞങ്ങൾ തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണം. പ്രത്യേകിച്ച് പാട്ടുകൾ പാടുന്നവരെ, വചനം വായിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന വചനം ഞങ്ങളുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ സഹായിക്കും. അവിടുത്തെ കൃപ കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. സാങ്കേതികമായ തടസ്സങ്ങൾ ഒന്നും കൂടാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ അനുഗ്രഹീതമായി അവസാനിപ്പാൻ സഹായിക്കണം. ആത്മീയമായി കുറെ കൂടി ഉയരുവാനും ഉണരുവാനും ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ ബാബു മാത്യു അവർകളാണ്. പ്രത്യേകിച്ച് ബാബുച്ചാനെ പാട്ടുകൾക്ക് നേതൃത്വം നൽകാനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം പുഷ്പയാണ്ടി, ഡോക്ടർ പുഷ്പ ചെറിയാൻ 38-ാം സങ്കീർത്തനം വായിച്ച് നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്നതാണ്. കേൾക്കാം. യെസ്. ദൈവനാമത്തിന് മാസം ഉണ്ടാകട്ടെ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്നും പാടും ഞാൻ എൻ്റെ പ്രിയനെ, എന്നും പാടും ഞാൻ എൻ്റെ പ്രിയനെ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതിന്നാരംഭം, ക്ഷാമം ഭൂകമ്പം അതിന്നാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.
ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ, ഏറ്റവും അടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ, ഏറ്റവും അടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ രക്ഷിതാവിൻ വരവ് കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവെ നിൻ വരവ് കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എന്റെ ദുഃഖം തീർന്നു പോവും, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോവും. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. സ്തോത്രം. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വഴിനാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ, വഴിനാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നോടൻ പാദം തേടിടുവിൻ, പിന്നതി നിന്നെ ചേർത്തിടുമേ. വന്നോടൻ പാദം തേടിടുകിൽ, പിന്നതി നിന്നെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോ ഉടയവരും, കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോ ഉടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർവിടുമേ. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർവിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അത് നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അത് നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുവേ, മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുവേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും
മാറാത്ത എല്ലാ ബലഹീനവും കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ അടിപ്പിണരാൻ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ അടിപ്പിണരാൻ വരുവിൻകി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുമേ സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുവേ നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്നും എഴുതിടുമേ നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്നും എഴുതിടുമേ വരുവിൻകി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വരുവിൻകി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താങ്ക് യു ബാബുച്ച. താങ്ക് യു. അപ്പോൾ പുഷ്പയാൻഡി സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം 38, Psalm 38. Acha, good evening, Acha. This is Arup. Yeah. I'll be reading, Acha, instead of Amma. Okay. So, good evening, everyone. The psalm for this evening is Psalm 38, a psalm of David, a petition. Lord, do not rebuke me in your anger or discipline me in your wrath. Your arrows have pierced me, and your hand has come down on me. Because of your wrath, there is no health in my body. There is no soundness in my bones because of my sin. My guilt has overwhelmed me like a burden too heavy to bear. My wounds fester and are loathsome because of my sinful folly. I am bowed down and brought very low. All day long I go about mourning. My back is filled with searing pain. There is no health in my body. I am feeble and utterly crushed. I groan in anguish of heart. All my longings lie open before you, Lord. My sighing is not hidden from me. My heart pounds, my strength fails me. Even the light has gone from my eyes. My friends and companions avoid me because of my wounds. My neighbors stay far away. Those who want to kill me set their traps. Those who would harm me talk of my ruin. All day long they scheme and lie. I am like the deaf who cannot hear, like the mute who cannot speak. I have become like one who does not hear, whose mouth can offer no reply. Lord, I wait for you. You will answer, Lord my God. For I said, do not let them gloat or exalt themselves over me when my feet slip. For I am about to fall and my pain is ever with me. I confess my iniquity. I am troubled by my sin. Many have become my enemies without cause. Those who hate me without reason are numerous. Those who repay my good with evil lodge accusations against me. Though I seek only to do what is good, Lord, do not forsake me. Do not be far from me, my God. Come quickly to help me, my Lord and my Savior. Here ends the reading. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഈ നോമ്പ് നാളുകളിൽ ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ നോമ്പ് നാളുകളൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് വിലയിരുത്തുവാനും, ഒന്ന് ആത്മശോധന നടത്തുവാനും, സ്വയം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ വാസ്തവമായി ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരം നമ്മൾ ആയിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചിന്തിക്കാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ
സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പകയിലും പിണക്കത്തിലും വിദ്വേഷത്തിലും ഒക്കെ ജീവിക്കുകയാണ്. നമ്മോട് തന്നെയുള്ള ആത്മവഞ്ചനയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 38-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ പാപങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. നമ്മൾ പാപത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ നീരസം, ഗോഡ് ഈസ് നോട്ട് ഹാപ്പി വെൻ വി കണ്ടിന്യൂ ഇൻ ലൈഫ് ഓഫ് സിൻസ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുറവുകളാണ്. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ ചുമട് നമുക്ക് വലിയ ഭാരമാണ്. നമ്മൾ ചിലർക്കെങ്കിലുമൊക്കെ ജീവിതം വലിയ ഭാരമാണ്. അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ഭാരമായിരിക്കുന്നത് എന്നൊന്ന് വിലയിരുത്താം. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കാരണം കണ്ടുപിടിക്കാറുണ്ട്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ ഭാരങ്ങൾക്ക് കാരണം. The real problem is within us. അതുകൊണ്ട് ഈ നാളുകളിൽ ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കൊക്കെ കാരണമാണ്. അത് നമ്മുടെ കുടുംബ ബന്ധത്തിലെ വിള്ളലുകളാകാം, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, ബന്ധങ്ങളിലുള്ള സത്യസന്ധതയില്ലായ്മ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഭാരമാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, സങ്കടമാണ്. അതൊക്കെ ഉള്ളപ്പോഴും അവയൊക്കെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നു, എത്രമാത്രം നമ്മൾ അതിനെ ഇന്റേണലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നമ്മുടെ കുറവുകളെയും നമ്മുടെ ഭാരങ്ങളെയും ഒക്കെ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ നാളുകളിൽ നമുക്ക് വിശ്വാസത്തോടെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആയുസ്സിനായി, ആരോഗ്യത്തിനായി, കുടുംബത്തിനായി, ചുറ്റുപാടുകൾക്കായി എല്ലാം ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഫലമേൽപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവവിശ്വാസത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കേവലമായ ഒരു മതാത്മകതയല്ല, റിലീജിയോസിറ്റി അല്ല, മറിച്ച് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രധാനമായത്. ഈ നോമ്പിന്റെ നാളുകൾ ദൈവവുമായിട്ട് നമുക്ക് അടുക്കാൻ, കുടുംബമായി, സഭയായി ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും, നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളൊക്കെ വലിയ ദൈവത്തോട് വലിയ അടുത്ത ആൾക്കാരാണ്, മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ ശ്രേഷ്ഠരാണ്. നമ്മുടെ കുടുംബം ശ്രേഷ്ഠമാണ്. അതൊക്കെ നല്ലതാണ് ചിന്ത. എന്നാൽ ഈ നാളുകളിൽ ദൈവത്തോട് അടുക്കുന്ന, ക്രിസ്തുവിനോടടുത്ത് ജീവിപ്പാൻ കുടുംബങ്ങളായി കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായ എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മൾ പേരുകളൊന്നും പറയുന്നില്ല, അറിയാം, നമുക്ക് എല്ലാവരെയും അറിയാം. ശാരീരികമായ ക്ഷീണമുണ്ട്, പ്രായത്തിന്റെ ക്ഷീണമുണ്ട്, രോഗാവസ്ഥകളുള്ളവരുണ്ട്, മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, മറ്റുള്ളവരൊക്കെ കെയർ ചെയ്യേണ്ടവര്, മറ്റുള്ളവരുടെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം.
പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ ആരോഗ്യവും സൗഖ്യവും വിടുതലും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ അവരുടെ മേലൊക്കെ വ്യാപരിച്ച് ദൈവം നടത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരെയും നമുക്ക് ഓർമ്മ. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ വലിയ സങ്കടമാണ്, വലിയ ആശങ്കയാണ്. നമുക്കെല്ലാം ഉണ്ട്, മാതാപിതാക്കൾക്കെല്ലാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി എന്തായി തീരും? നമ്മൾ ദിവസവും കേൾക്കുന്നത് ഒട്ടും നമുക്കൊന്നും ആശ്വാസകരമല്ല, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുമോ? നമ്മളൊക്കെ എത്രത്തോളം നന്നായി അവരുടെ ആവശ്യങ്ങളെയൊക്കെ അറിഞ്ഞ് അവരെ കരുതി അവർക്ക് വേണ്ടതൊക്കെ നൽകി അവരെ സ്നേഹിച്ച് വളർത്തിയാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാളെ അവർ എങ്ങനെയായിത്തീരും? അവരുടെ ഭാവി എന്താകും? ഈ ലോകത്തില് അവരെന്ത് തിരഞ്ഞെടുക്കും? ഏത് വഴിയെ അവർ പോകും? വലിയ 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 ആശങ്കയാണ്, വലിയ വലിയ സങ്കടമാണ്, ഭയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമുക്ക് ദൈവത്തെ കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു. അവർക്കൊക്കെ നമ്മുടെ സൺഡേ സ്കൂളിലെ പ്രത്യേകം നമുക്ക് ഓർക്കാം, ഒരു വലിയ ദൗത്യം, വലിയൊരു ചുമതല നമ്മുടെ സൺഡേ സ്കൂളിനുണ്ട്. ഈ നാളുകളിൽ അവരെ നന്നായി വചനം പഠിപ്പിക്കുവാൻ, ക്രിസ്തീയമായ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ സഭയ്ക്ക് ഇടപെടാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, യങ്സ്റ്റേഴ്സിനെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ തിരഞ്ഞെടുപ്പുകൾ, അവരുടെ വഴികളെയൊക്കെ ദൈവം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തക്കതായ തുണകളെയൊക്കെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ക്രൈസിസുകളുണ്ട്. അങ്ങനെയുള്ള തൊഴിൽപരമായ ഇടങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം ഉപജീവന മാർഗം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ആ ജോലിയിടങ്ങളൊക്കെ നമ്മൾ വലിയ അൺസർട്ടനിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലമുറകളെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ യങ് കപ്പിൾസിനെ ഒക്കെ നമുക്ക് ഓർക്കാം. IT മേഖലകളിൽ, പല മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരെ എല്ലാ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരസ്ഥരായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഭവനങ്ങളിൽ നിന്നൊക്കെ അകലെ ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിത പങ്കാളികൾ, കുഞ്ഞുങ്ങൾ, കുടുംബം ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. ഭാരതത്തിന്റെ പല നഗരങ്ങളിൽ, വിദേശത്ത് ഒക്കെ ഉണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം പരിപാലിക്കണമേ. അവരുടെ ജോലികളെ, അവരിടപെടുന്ന മേഖലകളെ ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ആരാധനകളെയും ശുശ്രൂഷകളെയും കൂട്ടായ്മകളെയും എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയുടെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചൂടൊക്കെ അധികമായി വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പലവിധമായ അസുഖങ്ങളുണ്ട്. ദൈവം നമ്മുടെ ദേശത്തോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ആവശ്യത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ജനങ്ങളെയും ജനവിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. ചികിത്സിക്കാൻ മാർഗമില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. അവരെയൊക്കെ ഈ നാളുകളിൽ, നോമ്പിന്റെ നാളുകളിലൊക്കെ നമ്മളെ കൊണ്ടാകുന്നത് പോലെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കൊണ്ട്
ആവുന്നത് പോലെ ചെറിയ രീതിയിലൊക്കെ പകർന്നു കൊടുക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. മിഷൻ വയൽ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. ദൈവം നമ്മളോട് വാസ്തവമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആശിഷ് ജോസഫ് പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കും. Let's pray. Almighty God, everlasting Father, Lord, we thank you, Lord, for this beautiful evening time you have added in our life, Lord. Lord, on this day, many people were not able to see the day, Lord, but you have kept us in the land of living, Lord. We want to thank you and praise you, Lord, for that. Lord, especially during this Lent time, Lord, we would like, Lord, that we may come near to you, Lord. Lord, help us, Lord, that we may reflect on our relationship with you, Father, Lord. Help us to grow in you, Father, Lord. Help us, Lord, that we may be true to you, dear Jesus. Lord, we ask for forgiveness for all the sins, Father, Lord Jesus, many times. Lord, even though we know it's wrong, but still we have committed a lot of sins, Lord. We ask for forgiveness. We will look for repentance, Lord, from you, Father, Lord. Father, Lord, we pray, Lord, we may repent of our sins, Father, Lord Jesus. Lord, we thank you, Lord, for all the things you have given us, Lord. We thank you for our families. We thank you for our friends. We thank you, Lord, for the environment you have given us, Father, Lord. Help us, Lord, that we may value the relationships that we have with everyone around, Father, Lord. Lord, we even, Lord, pray, Lord, for our faith, Lord Jesus. Lord, we pray, Lord, that our faith may be renewed in this time of Lent, Father, Lord, and help us, Lord, that we may surrender our will towards you, Father, Lord. Help, Lord, that we may do what you want us to do, Father, Lord. We pray for our church, Lord. We pray for each and every member of our church, Father, Lord. Especially we pray for all those people who are sick, Lord. We pray for their complete healing, Father, Lord Jesus. We pray, Lord, for all the members who have one or the other needs, Father, Lord Jesus. You know the needs of each and every member, Father, Lord. We pray, Lord, by your grace be on each one of us, Father, Lord. Especially, Lord, we pray, Lord, for our Sunday school. We pray for youth fellowship. We pray for young couples. We pray for our senior citizens. Lord, we pray that we may do things for your glory, Father, Lord Jesus. We pray for the choir, Lord. We pray for Lady Fellowship, Lord. Let it be a blessing for the people around, Father, Lord Jesus. Lord, we also commit our dear Achan, Kochama, and the family into your hands, Lord. We pray for both the kids, Father, Lord Jesus. Lord, thank you for bringing them in this land of Hyderabad, Lord Jesus. We pray that their ministry may be a blessing to each one of us, Lord. We pray for our diocese, Lord. We pray for each and every need of a church, Father, Lord Jesus. Help and guide us, Father, Lord Jesus. Lord, we even especially pray for students who are still writing their exams, Lord. We pray that you may give them the wisdom to write the exam well. We pray for the students who are waiting for their results, Father, Lord Jesus. Lord, we pray, Lord, that you may bless the results of each and every student, Father, Lord Jesus. Lord, we commit each and every point into your mighty hands, Lord. At this time of Lent, let us look to you in every day of our life, Lord Jesus. We thank you and praise you for this time. In your holy name we ask this prayer. Amen. താങ്ക് യു ആശിഷ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ രാത്രിയിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ നോമ്പ് പ്രാർത്ഥനയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒരുമിച്ച് പഠിക്കുവാനുമുള്ള ഒരു സമയമാണല്ലോ. നമ്മൾ ഈ നോമ്പ് പ്രാർത്ഥനയിൽ പ്രധാനമായും ഈ നോമ്പ് നാളുകളിൽ ഈ വർഷം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞു.
ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, നമുക്കറിയാം ഈ 3 സുവിശേഷങ്ങളിലും 4 സുവിശേഷങ്ങളിലും സമാനമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിങ്കലുള്ള ഈ ടെംപ്റ്റേഷൻസിനെ കുറിച്ച്, പരീക്ഷണങ്ങളെ കുറിച്ച്, പ്രലോഭനങ്ങളെ കുറിച്ച് സുവിശേഷകാരന്മാരൊക്കെ ഒരുപോലെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഇത് കൃത്യമായി യേശു കർത്താവ് അനുഭവിച്ച നേരിട്ട ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. നമ്മൾ ചിന്തിച്ചത് യേശു കർത്താവിന്റെ തുടർന്നുള്ള ജീവിതം, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ആകമാനം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇറ്റ് വാസ് എ ലൈഫ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദ സ്പിരിറ്റ് ലെഡ് ഹിം ഇൻ ഹിസ് ലൈഫ്. യേശു കർത്താവിന്റെ ജീവിതത്തെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താൽ പറയും, ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതം. നോമ്പുകാലം മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ്. വി മസ്റ്റ് അലൗ ദ സ്പിരിറ്റ് ടു ലീഡ് us ഇൻ അവർ ലൈഫ്സ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിന്റെ ആത്മാവ് അവനെ വിജനതയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. സ്പിരിറ്റ് ലെഡ് ഹിം ടു സോളിറ്റ്യൂഡ്. നമുക്കൊക്കെ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലായിരിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ വി മസ്റ്റ് ഫേസ് ourselves. നമ്മളെ തന്നെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. വി മസ്റ്റ് എൻകൗണ്ടർ ourselves ഇൻ ലോൺലിനെസ്, ഇൻ സോളിറ്റ്യൂഡ്. ഒറ്റപ്പെടലുകളിൽ, ഏകാന്തമായ അനുഭവങ്ങളിൽ ദൈവവുമായിട്ടും നമ്മളുമായിട്ടും നമുക്ക് സംവദിക്കേണ്ടതായിട്ടുണ്ട്. സോ ദ എപ്പിസോഡ്സ് ഓഫ് സോളിറ്റ്യൂഡ് വിൽ മേക്ക് us better persons. നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ നേരിടുന്ന വിജയമാണ്, ഏകാന്തതയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നത്. So the Spirit led him to the wilderness. Wilderness is a place of solitude. മൂന്നാമത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, ഒരേ സമയം യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം പ്രകാരം കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. Lent is a time to experience the paradoxes of life. നമ്മുടെ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളുണ്ട്. ചില ഹാർഡ് റിയാലിറ്റീസ്, ചില വൈൽഡ് ടെംപ്റ്റേഷൻസ്, അറ്റാക്സ്. അത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കഠിനമായ, ക്രൂരമായ, മനസാക്ഷിയില്ലാത്ത, വളരെ ഹാർഡായിട്ടുള്ള ചില റിയാലിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ മനുഷ്യ ജീവിതത്തിലും അതുണ്ട്. പക്ഷെ അവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ആ അനുഭവങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ പരിപാലിക്കും. ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയിരിക്കും. ദൈവദൂതന്മാർ നമ്മളെ ശുശ്രൂഷിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ 3 ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമ്മൾ തുടരുകയാണ് ആ ചിന്ത. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ 40 ദിവസക്കാലത്തെ മരുഭൂമി ജീവിതവും അതേ തുടർന്നോ അതിന്റെ ഭാഗമായോ ഉണ്ടായ പ്രലോഭനങ്ങളെയും നമ്മൾ ആഴമായി ചിന്തിക്കാനും പരിശ്രമിക്കാനും ശ്രമിക്കുമ്പോൾ, ഈ നോമ്പ് എന്ന് പറയുന്നത്, നൊയമ്പ്, ഇറ്റ് ഈസ് എ ടൈം ടു ബി വിത്ത് ദ ലോർഡ്. നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കുവാൻ, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. ആ നോമ്പ് നൽകുന്ന ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് കൺഫ്രണ്ടേഷൻ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ, തുടർച്ചയായ ഒരു പോരാട്ടമാണ്. ഈ നമ്മളൊക്കെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രലോഭനങ്ങളുടെ മേലൊക്കെ വിജയം നേടി. See, it's not about being successful in the
in the times of temptations. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ നമ്മൾ വിജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല. ഇവിടെ വിജയത്തെ കുറിച്ചോ തോറ്റോ എന്നൊന്നും പറയുന്നില്ല. കുറെ പറയുന്നത് പിശാച് അവനെ വിട്ടുപോയി, പിശാച് പരീക്ഷകൻ അവനെ വിട്ടുപോയി എന്നാ പറയുന്നത്. There was no sense of യേശു കർത്താവ് അതിന്റെ മേൽ ജയം നേടി എന്നൊന്നും അവിടെ പറയുന്നില്ല. There is no mention of Jesus being successful in his struggle against Satan. ഇവിടെ പറയുന്നത് തൽക്കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി അതിന്റെ 3 പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ബട്ട് the struggle continued in his throughout his life. മരുഭൂമിയിൽ താൻ അനുഭവിച്ച എല്ലാ പ്രലോഭനങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും പിന്നീട് തുടർന്നുള്ള 3.5 വർഷക്കാലത്തെ യേശു കർത്താവിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ തന്നെ തുടർന്നിട്ടുണ്ട്. കുറച്ചുകൂടി അതിനൊരു ഹ്യൂമൻ ഫേസ് ഉണ്ടായിട്ടുണ്ട്. മറ്റേതൊരു സൈറ്റാനിക് ഫോഴ്സ് ആണ്, ഒരു ഫേസ്ലെസ് ആയിട്ടുള്ള രൂപമില്ലാത്ത ചില പ്രലോഭനങ്ങളാണ്. പക്ഷെ തുടർന്ന് നമ്മൾ കാണുന്നത് യേശു കർത്താവിനെ പ്രലോഭിപ്പിക്കുന്നത്, പരീക്ഷിക്കുന്നത്, യേശു കർത്താവിനോട് പോരാടുന്നത്, യേശു കർത്താവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചില മനുഷ്യരിലൂടെയാണ്. സോ ദ സ്ട്രഗിൾ കണ്ടിന്യൂസ്. നമ്മുടെ വിശ്വാസ ജീവിതം ഒരു വലിയ നിരന്തരമായ പോരാട്ടമാണ്. നമ്മൾ ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. We should not have to be worried about the culmination of the ultimate outcome, the result of our life. അത് നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ പൂർത്തീകരണത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. We should think about the continuation. Confrontation itself is important. നമ്മുടെ ജീവിതത്തിലാകമാനം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലാകമാനം, temptation is sustained throughout Jesus' ministry. യേശുവിന്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലാകമാനം ഈ പ്രലോഭനങ്ങൾ തുടർന്നു. And when the temptation sustained, Jesus persisted. തന്റെ ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങൾ തുറന്നപ്പോൾ യേശു ശക്തമായി അതിനെ പ്രതിരോധിച്ചു, അതിനോട് എതിർത്തു. ഏറ്റുമുട്ടലാണ് പ്രധാനം, പോരാട്ടമാണ് പ്രധാനം. നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ള തെറ്റുകളോട്, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളോട് നമുക്ക് നിരന്തരം പോരാടുവാനായിട്ട് സാധിക്കണം. നോക്കൂ, യേശു കർത്താവിന്റെ ജീവിതത്തിലാകമാനം ചുറ്റുപാട് നിന്നവരൊക്കെ യേശുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. നോക്കൂ, എല്ലാ വിജയ ചരിത്രങ്ങളും പരാജയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. The histories of success are also the histories of our struggle against the forces that try to defeat us. The histories of success is also the histories of our struggle against the forces that try to defeat us. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കെതിരെയും എല്ലാ സാഹചര്യങ്ങൾക്കെതിരെയുമുള്ള, നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ ചരിത്രം കൂടെയാണ് നമ്മുടെ വിജയ ചരിത്രം. ഇറ്റ്സ് നോട്ട് ദ മൊമെന്റ് ദാറ്റ് വി ബിക്കം സക്സസ്ഫുൾ. നമ്മൾ വിജയിക്കുന്ന ആ ഒരു നിമിഷമല്ല പ്രധാനം, അതങ്ങനെ അങ്ങ് പോവും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെട്ട് 3, 4, 5, 12 ദിവസങ്ങളൊക്കെ പരീക്ഷ എഴുതും. ആൻഡ് ദ റിസൾട്ട് കംസ് in a fraction of second. And when it comes and go. അത് വന്നിട്ടങ്ങ് പോവും. പക്ഷെ അവർ അനുഭവിച്ച ആ ഒരു സമരം, അവരനുഭവിച്ച ആ ഒരു പോരാട്ടം, അവരുടെ ആ പോരാട്ടം, that matters. It is not the success, it is not the grade that we obtain at the end. Rather, it is our struggle. നമ്മുടെ പോരാട്ടമാണ് പ്രധാനം. അതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത്, അതാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ നാളുകളിൽ, ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു പോരാട്ടമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴാണ് ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ ഈ പ്രലോഭനങ്ങളെ
പ്രതിരോധിക്കുമ്പോഴാണ്. വാല്യൂസ് ആർ എമർജിങ് വെൻ വി റെസിസ്റ്റ് ടെംപ്ടേഷൻസ്. വാല്യൂസ് ആർ എമർജിങ് വെൻ വി റെസിസ്റ്റ് ടെംപ്ടേഷൻസ്. എല്ലാ മൂല്യങ്ങളും മൂല്യങ്ങൾ ഉണ്ടായിട്ടല്ല ജീവിതം ഉണ്ടായി. നോ, മൂല്യങ്ങൾ ഉണ്ടാകുന്നത് ചില തെറ്റുകളോട്, ചില പാപകരമായ അവസ്ഥകളോട്, ചില അനീതികളോട്, ചില അതിക്രമങ്ങളോട് നമ്മൾ പോരാടുമ്പോഴാണ്. ഇന്ന് മനുഷ്യരുടെ ഏറ്റവും വലിയ പരാജയം, വി സഖം വിതൗട്ട് സ്ട്രഗിൾ, അല്ലെ? നമ്മൾ പോരാടാതെ നമ്മൾ കീഴടങ്ങി കൊടുക്കുക. നമ്മള് സ്ട്രഗിള് ചെയ്യാതെ നമ്മളെ തന്നെ ഭരമേൽപ്പിച്ചു. വി സബ്മിറ്റ് വിതൗട്ട് സ്ട്രഗിൾ. We cannot submit without struggle. We cannot submit without struggle. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കതിനെ നേരിടാൻ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിടാൻ കഴിയണം. ഒളിച്ചോടുന്നവരെയല്ല നമുക്ക് വേണ്ടത്. We have to face, confront and struggle against the forces that defeat us. നമ്മളിലെ പക, പിണക്കം, അസൂയ, കുശുമ്പ് എല്ലാം നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കണം, നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു മൂല്യമുള്ള ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ, if you want to have a generation that respect values, we should struggle. നമ്മുടെ ഇന്നത്തെ തലമുറയൊക്കെ മൂല്യബോധമില്ലെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും they don't have any serious struggles. എല്ലാം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം കൊടുത്തോണ്ടിരിക്കുക. എന്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ ഓർക്കുമായിരുന്നു. എൻ്റെ ഒന്നും ഓർമ്മയിൽ എൻ്റെ അപ്പനോടോ അമ്മയോടോ ഞാൻ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അവരൊക്കുന്നതൊക്കെ ഓരോരോ സമയങ്ങളിൽ നമുക്ക് തരും. വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും they provide. I don't remember I have demanded anything in my life. നമ്മുടെ കുഞ്ഞുങ്ങള് അവർ ഡിമാൻഡ് ചെയ്യട്ടെ, കാരണം നമുക്ക് കൊടുക്കാൻ പറ്റും. There is nothing wrong in demanding. But what will happen? A life that has only become the sagas of demanding. ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. We have to struggle so that the values can be evolved. യേശു കർത്താവ് യേശു കർത്താവിന്റെ ജീവിതം നമുക്കൊക്കെ മാതൃകയാകുന്നത് he fought with his entire life to the satanic forces. ഈ പിശാചിന്റെ എല്ലാ ശക്തികളോടും, മനുഷ്യരിലൂടെ പ്രവർത്തിച്ചവരോടും, ഘടനകളിലൂടെ പ്രവർത്തിച്ചതിനോടും, മതത്തിലൂടെ പ്രവർത്തിച്ചതിനോടുമൊക്കെ യേശു പോരാടിക്കൊണ്ടിരുന്നു. മറന്നുപോകരുത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, വാഴ്ചകളോടും അധികാരങ്ങളോടും നമുക്ക് പോരാട്ടമുണ്ട്. മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. നോമ്പ് ചില വാഴ്ചകളോട്, ചില അധികാരങ്ങളോട് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന, സമരം കൂടാതെ, ചെറുത്തുനിൽപ്പ് കൂടാതെ, വഴങ്ങിക്കൊടുക്കാൻ, തോറ്റുകൊടുക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ചില ജീവിത ക്രമങ്ങളോടുള്ള നമ്മുടെ പോരാട്ടമാണ് കൺഫ്രണ്ടേഷൻ. എന്താണ് നമ്മൾ പോരാടുമ്പോൾ, നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളോട് നമ്മൾ പോരാടുമ്പോൾ, അഞ്ചാമത്തെ ചിന്ത എന്താണ്? ഈ പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ we see a new man in Jesus. ഒരു പുതിയ വ്യക്തിയെ, ഒരു പുതിയ മനുഷ്യനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടത്തിലൂടെ പുതിയ ആളുകൾ ഉണ്ടാകും, പുതിയ വ്യക്തിയുടെ, പുതിയ മനുഷ്യന്റെ ആവിർഭാവം, എവല്യൂഷൻ ഓഫ് എ ന്യൂ ഹ്യൂമാനിറ്റി. 40 ദിവസം യേശു കർത്താവ്, മത്തായിയുടെ സുവിശേഷം പറയുന്നത് 40 ദിവസം അവൻ ഉപവസിച്ചു എന്നാണ് പറയുന്നത്. He fasted 40 days. That was a deliberate choice. He fasted.
ലൂക്കോസിന്റെ സുവിശേഷം പറയുന്ന 40 ദിവസം അവനൊന്നും കഴിച്ചില്ല, അവനൊന്നും ഭക്ഷിച്ചില്ല. ഭക്ഷിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണെന്നോ ഭക്ഷണം ലഭിക്കാഞ്ഞിട്ടാണെന്നോ he did not eat. ഈ ദീർഘനാളത്തെ സുദീർഘമായ ദിവസത്തെ ഈ ഭക്ഷണമില്ലായ്മ, ഈ ഫാസ്റ്റിംഗ്, ഈ ഒരു സമരം, that has made him a new Christ. യേശു കർത്താവ് 40 ദിവസം ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ട് യേശു കർത്താവ് വരിക. ഈ കോണ്ടെക്സ്റ്റിലാണ് 40 ദിവസം യേശു കർത്താവ് ഉപവസിച്ചു, ഒന്നും കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാത്തപ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ പ്രലോഭനം. പിശാച് വന്ന് യേശുവിന്റെ അടുക്കൽ പറയുന്നു, നിനക്ക് വിശക്കുന്നില്ലേ? നീ ഉപവസിച്ചില്ലേ? അതുകൊണ്ട് ഈ കല്ലെല്ലാം അപ്പമാക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രലോഭനം പിശാചിന്. എന്താണ്? Satan is exploiting human need in an appropriate moment. നോക്കണേ, ഒരു സാഹചര്യം വന്നപ്പോ, വിശന്നിരുന്നപ്പോ അവൻ വന്നിട്ട് പറയുന്നു, വിശക്കുന്നില്ലേ? നിനക്ക് ആഹാരം വേണ്ടേ? നീ ഇത്രയും വലിയ ദൈവപുത്രനല്ലേ? നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നില്ലേ? ഈ കല്ലിനെ നീ അപ്പമാക്കി തീർക്ക്. ഒന്നാമത്തെ പ്രലോഭനം എന്താണെന്നറിയാമോ? we can summarize, we can put it in simple terms. അധ്വാനിക്കാത്ത ആഹാരം. അധ്വാനിക്കാത്ത ആഹാരം അത് പാപമാണ്, അതൊരു വലിയ പ്രലോഭനമാണ്. അതായത് നമ്മൾ അർഹിക്കുന്നതിലും നമ്മുടെ അധ്വാനങ്ങൾക്കും അപ്പുറമുള്ള നമ്മുടെ വരവുകൾ, അത് വലിയൊരു പ്രലോഭനമാണ്. ഇവിടെ യേശുവിന് വിശന്നു എന്നുള്ളതല്ല പ്രശ്നം, ആ വിശപ്പിനെ ചൂഷണം ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യത്തെ ചൂഷണം ചെയ്യുകയാണ്, അല്ലെ? റേഷൻ കടയുടെ മുകളില് നമ്മുടെ ടാക്സ് പണം വാങ്ങിച്ചിട്ട് നമുക്ക് റേഷൻ തന്നാല്, മണ്ണെണ്ണ തന്നാല്, പഞ്ചാര തന്നാല്, അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ആരുടെയെങ്കിലും ഒക്കെ ഇപ്പൊ പടം വെക്കണമെന്നാണ് പറയുന്നത്. ആവശ്യം, നമ്മുടെ ജീവിത അവസ്ഥകളുടെ ചൂഷണം. ഇന്നും അത്തരത്തിലുള്ള വലിയ ആത്മീയത കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ ചൂഷണം ചെയ്യുന്ന കാലം. ആഹാരം, വിശപ്പ് ഒരു വലിയ പ്രശ്നമാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വിശന്നു, അവർക്ക് ദൈവം മന്ന കൊടുത്തു. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു, കാടപ്പക്ഷിയെ കൊടുത്തു. ഏലിയാവ് വിധവ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പമൊന്നുമില്ല, അടയേ ഉള്ളൂ, ആകെ ഇച്ചിരി മാവേ ഉള്ളൂ. ദൈവം ഏലിയാവിലൂടെ പ്രവർത്തിച്ചു. അവളുടെ വീട്ടിലെ എണ്ണയും മാവും തീർന്നു പോയില്ല. ആഖാൻ, അവനും അപ്പത്തിന്റെ പ്രലോഭനത്തിലായിരുന്നു. യേശുവിനും വിശന്നപ്പോ അത്തിയെ നോക്കി, അത്തിയിൽ ഒന്നും കണ്ടില്ല, അത്തിയെ ശപിച്ചു. യേശു കർത്താവ് വിശന്ന ജനത്തെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നോക്കൂ, യേശു അത്ഭുതം ചെയ്തോ? അപ്പത്തെ കുറിച്ചുള്ള അല്പം. യേശു അപ്പം പെരുപ്പിച്ചു. യേശു കല്ല് അപ്പമാക്കി തീർത്തില്ലെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. നോക്കൂ, കല്ലിനെ അപ്പമാക്കുന്നതല്ല അത്ഭുതം. കല്ലിനെ അപ്പമാക്കുന്നതല്ല അത്ഭുതം. Miracle is not changing stone into bread. Miracle is multiplying bread for the multitude. വിശക്കുന്ന ജനങ്ങൾക്ക് അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്ത് എല്ലാവരുടെയും വിശപ്പടക്കുന്നിടത്ത് അത്ഭുതം. സഭയെ വിളിച്ചത് ഇതിനാ, കല്ലപ്പമാക്കുന്ന അത്ഭുതം ചെയ്യാനല്ല. പിന്നെയോ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്കുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 5 അപ്പവും 2 മീനും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് വാഴ്ത്തി നുറുക്കി നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആവശ്യത്തിലിരിക്കുന്ന, വിശന്നിരിക്കുന്ന, കഷ്ടത്തിലിരിക്കുന്ന, ദുഃഖത്തിലിരിക്കുന്ന, ആവശ്യത്തിലിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ നടക്കുന്നു, അവർക്ക് അനുഗ്രഹം ഉണ്ടാകും, നന്മ ഉണ്ടാകുന്നു. അതാ അത്ഭുതം. The real miracle is in sharing. അല്ലാതെ കല്ലിനെ അപ്പമാക്കുന്ന അത്ഭുതമല്ല സഭയ്ക്ക് വേണ്ടത്. വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്
കല്ലിനെ അപ്പമാക്കുന്ന അത്ഭുതമല്ല. ദാറ്റ് ഇസ് എ സൈറ്റനിക് ടെംപ്ടേഷൻ. ഇറ്റ് ഇസ് എ സൈറ്റനിക് ടെംപ്ടേഷൻ. പിന്നെയോ വിശന്നിരിക്കുമ്പോൾ, ജനങ്ങൾക്ക് വിശക്കുമ്പോൾ 5 അപ്പത്തിൽ നിന്ന് 5000 പേരെ പോഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അത് സംഭവിക്കണമെങ്കിൽ we have to share ourselves. We must allow ourselves to be broken. നുറുക്കി അത് മറ്റുള്ളവർക്ക് വേണ്ടി പകരപ്പെടാൻ കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ വീതം വെച്ച് കൊടുക്കുവാൻ, പങ്കുവെച്ച് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നിടത്താണ് 5 അപ്പം കൊണ്ട് അനേകരുടെ വിശപ്പടക്കുന്ന അത്ഭുതം. He was able to perform the miracle. He was able to change the stone to bread. അവന് സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെ ആയിരുന്നില്ല യേശു കർത്താവിന്റെ ആ ശക്തി വെളിപ്പെടേണ്ടിയിരുന്നത്. അത് വെളിപ്പെടുന്നത് മറ്റൊരിടത്താണ്. അവിടെയും യേശു കർത്താവ് വിജയിച്ചു. യേശു കർത്താവ് വിജയിക്കുന്നത് വിശക്കുന്നവരുടെ വിശപ്പ് കണ്ട് അവർക്ക് ആഹാരം കൊടുക്കുമ്പോഴാണ്. യേശുവിന് വിശപ്പറിയാം. വിശക്കുന്നവനെ അപ്പമാകാൻ കഴിയും. only the hungry can become the bread. വിശപ്പിനെ അതിജീവിച്ചവനെ വചനം അറിയാൻ കഴിയും. നമ്മുടെ പിള്ളേർക്കൊന്നും വിശപ്പില്ലല്ലോ. നമ്മളെ പിള്ളേർന്ന് വിശന്ന് കിടക്കുന്നെങ്കിൽ ഒന്നിയിൽ അവര് ഡയറ്റ് ചെയ്യാന്, തടി കുറയ്ക്കാന്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക എന്ന് പറയും. ചിലരൊക്കെ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ മത്സരിച്ച്, ഞാനും പണ്ടൊക്കെ കിടന്നിട്ടുണ്ടെന്നാ എൻ്റെ ഓർമ്മ. ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ നടന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെക്കും. അപ്പം നമ്മളെ നിയന്ത്രിക്കുമ്പോഴല്ല ദൈവമക്കളെ, അപ്പത്തെ നിയന്ത്രിക്കുമ്പോഴും അല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദ ബ്രെഡ് കൺട്രോൾ us or we control the bread. നമ്മള് വിശ്വാസികളാകുന്നത്, ക്രിസ്തുവിനുള്ളവരാകുന്നത്, ക്രിസ്തുവിനെ പോലെ ആകുന്നത്, ഇറ്റ്സ് നോട്ട് ദാറ്റ് വി കൺട്രോൾ ബ്രെഡ് or the bread controls us. It is the word controls us. നമ്മൾ ക്രിസ്തു ആകുന്നത്, ക്രിസ്തുവിനെ പോലെ ആകുന്നത്, നമ്മള് വിശ്വാസികളാകുന്നത് ദൈവത്തിന്റെ വചനത്താ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യനെ അപ്പം കൊണ്ടല്ല കേട്ടോ. യേശു കർത്താവ് പറഞ്ഞത് അപ്പം കൊണ്ടല്ല, പിന്നെയോ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. സി, ബ്രെഡ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. അപ്പത്തെ നിയന്ത്രിക്കലല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവരെല്ലാം കൂടെ യേശുവിനെ വിളിച്ച് രാജാവാക്കാൻ നോക്കി. യേശുവോട് നോടി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു. അപ്പം കൊടുക്കുന്നവനെ രാജാവാക്കുന്നവരുടെ കാലം, അപ്പം കൊടുക്കുന്നവരുടെ കാൽക്കൽ വീഴുന്നവരുടെ. അങ്ങനെ കാൽക്കൽ വീഴുന്ന വിശ്വാസമല്ല വേണ്ടത്. അപ്പം തന്നതുകൊണ്ട് വിശ്വസിക്കലല്ല, ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കലാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞാൻ ജീവന്റെ അപ്പമാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, we should not allow the Satan to exploit our needs. നമ്മൾ കഴിക്കുന്നത് ഒരു വിശ്വാസ പ്രവർത്തനമാണ്. ഈറ്റിംഗ് ഈസ് എ ഫെയ്ത്ത് ആക്ടിവിറ്റി. ഇത് കൊരിന്ത്യ ലേഖനത്തിൽ ഇതാണ് പ്രശ്നം. അവർ കഴിച്ചതാ പ്രശ്നം. ദൈവത്തിന്റെ അവര് ലോർഡ്സ് സപ്പർ സെലിബ്രേറ്റ് ചെയ്തതാ പ്രശ്നം. മറന്നു പോകരുത്. നമ്മുടെ ആഹരിക്കൽ, ആഹാരത്തോടുള്ള സമീപനം, ഭക്ഷണത്തോടുള്ള സമീപനം, എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ നോമ്പിനെ കാണാൻ. നമ്മൾ ചിലതൊക്കെ ഒഴിവാക്കുന്നെങ്കിൽ, ചിലതൊക്കെ വേണ്ട എന്ന് വെക്കുന്നെങ്കിൽ അതൊരു പോസിബിലിറ്റിയാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ചിലതൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. ചിലർക്ക് ഒഴിക്കാൻ കറി വേണം, തോരൻ വേണം, മെഴുക്ക് വരട്ടി വേണം, അല്ലെ, എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ വേണം. എങ്കിലേ ചിലർക്കൊക്കെ വീട്ടിൽ ഹോട്ടൽ പോലെ ആകുന്നവരുണ്ട്. രാവിലെ ഉച്ചക്കലത്തെ ഭക്ഷണം വൈകിട്ട് കഴിക്കൂല, രാവിലത്തെ കറി ഉച്ചക്ക് കൂട്ടൂല. നല്ല കിഴുക്ക് കിട്ടാത്തന്നെയാ. ബ്രെഡ് ഈസ് നോട്ട് അവർ ലോഡ്. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ല. ഭക്ഷണം ഫെലോഷിപ്പാ, കൂട്ടായ്മയാ. യേശു കർത്താവ് അതിനെ ആഘോഷിക്കുന്നത്.
കല്ലപ്പമാക്കി താൻ കഴിച്ചാൽ അവിടെ കൂട്ടായ്മയില്ല. അത് യേശു കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കിപ്പം ഈ കല്ലപ്പമാക്കി എൻ്റെ വിശപ്പടങ്ങണ്ട, പക്ഷെ ഞാൻ അപ്പത്തെ ഇരട്ടിപ്പിച്ച് വിശക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സമയം വരും. ഇപ്പൊ ഞാൻ കല്ലപ്പമാക്കി എൻ്റെ ശക്തി തെളിയിക്കേണ്ടതല്ല. എനിക്ക് ശക്തി തെളിയിക്കാൻ, അപ്പത്തിന്റെ മേലെ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ ലോകത്തെ തെളിയിക്കുന്ന ഒരു സമയം എനിക്ക് വരും. ആ കോണ്ടെക്സ്റ്റിലാണ് ഞാനത് ചെയ്യും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, എ ന്യൂ ഹ്യൂമാനിറ്റി, അപ്പത്തിന്റെ മേൽ വചനം കൊണ്ട് വിജയം നേടുന്ന യേശു നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മുടെ ആഡംബരങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഡംബരങ്ങളെയും നിയന്ത്രിക്കണം. വി മസ്റ്റ് മാസ്റ്റർ അവർ നീഡ്സ്, വants ആൻഡ് ലക്ഷറീസ്. ഐ സേ അതിനെ നിയന്ത്രിക്കാൻ പറ്റണം. അനിയന്ത്രിതമായ ആവശ്യങ്ങൾ, അനിയന്ത്രിതമായ ആഡംബരങ്ങൾ ദൈവികമല്ല മക്കളെ, അത് ദൈവികമല്ല. അതിനെതിരെ പോരാടാൻ കഴിയണം, അതിനെതിരെ ചെറുത്ത് നിൽക്കാൻ കഴിയണം. അങ്ങനെ ചെറുത്ത് നിൽക്കുന്ന ഇടത്താണ് നമ്മളൊരു പുതിയ മനുഷ്യരാകുന്നത്. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാകുന്നു, നമ്മളൊക്കെ ക്രിസ്തുവിനുള്ളവരാകുന്നു, നമ്മൾ സഭയാകുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ 2 ചിന്തകൾ പറഞ്ഞു. ഒന്ന്, നോമ്പൊരു പോരാട്ടമാണ്, വിജയങ്ങളല്ല പ്രയാണം. കണ്ടിന്യൂ ദ സ്ട്രഗിൾ. അങ്ങനെ നമ്മൾ മത്സരിക്കുമ്പോഴാണ്, നമ്മൾ നമ്മുടെ എതിർപ്പുകളോട്, നമ്മുടെ പ്രതിസന്ധികളോട് നമ്മൾ പോരാടുമ്പോഴാണ് നമ്മൾ പുതിയ മനുഷ്യരായി ഉയർത്തെഴുന്നേൽക്കും. പുതിയ ജീവിതങ്ങളായി, ക്രിസ്തുവിനുള്ളവരായി നമ്മൾ വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ പ്രലോഭനം നമ്മൾ പറഞ്ഞവസാനിക്കുമ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഇത് ആത്മാവിന്റെ നയിക്കലാണ് നോമ്പ്. 2, ആത്മാവ് നമ്മളെ, അത് ഏകാന്തതയെ സ്നേഹിക്കാൻ, ഏകാന്തതയിൽ രൂപപ്പെടാനുള്ള ഒരു ആഹ്വാനമാണ്. അത് ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങൾ, കഠിനമായ സമയങ്ങളിൽ, കഠോരമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ, ദൂതന്മാരുടെ കരുതലും കാവലും അറിയാനുള്ള സമയമാണ്. നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളോട് സന്ധി ചെയ്യാതെ നിരന്തരമായി പോരാടാനുള്ള സമയമാണ്. നമ്മൾ നോമ്പിന്റെ അന്ത്യത്തിൽ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനുള്ളവരായി, പുതിയ മനുഷ്യരായി, നല്ല മനുഷ്യരായി, വിശ്വാസ സമൂഹമായി ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലം ഗൗരവമായി കാണാൻ, നമ്മുടെ ജീവിതത്തെ ഗൗരവമായി സമീപിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവേ, ഈ നോമ്പ് നാളുകളിൽ എൻ്റെ വചനം ചിന്തിപ്പാൻ നീ സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടമാകണമേ. അധ്വാനിക്കാതെ പലപ്പോഴും ആഹരിക്കാൻ, അർഹമായതിനേക്കാൾ കൂടുതൽ ആർജിക്കാൻ കർത്താവെ പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വലിയ പ്രലോഭനം ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർക്ക് ഒന്നും നൽകാതെ എൻ്റെ കാര്യം മാത്രം നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥതയുണ്ട്. യേശു കർത്താവെ, നീ നിന്റെ ഒന്നാമത്തെ പ്രലോഭനത്തിൽ അതിൻ്റെ മേൽ വിജയം നേടിയതുപോലെ ഞങ്ങൾക്കും വിജയം നേടാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വന്തം താല്പര്യമല്ല, അന്യന്റെ ആവശ്യങ്ങൾ, അന്യന്റെ വിശപ്പ്, അന്യന്റെ സങ്കടം കർത്താവെ, അതിന് ഞങ്ങളെ തന്നെ നുറുക്കി നൽകാൻ, അവരുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ നന്മകൾ പകുത്തു കൊടുക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഒരു ആവശ്യവും ഒരു ആഡംബരവും ഞങ്ങളെ കീഴ്പ്പെടുത്തല്ലേ. കർത്താവെ, അതിനെ വചനത്തിലുള്ള വിജയം നേടുവാൻ, നിയന്ത്രിക്കുവാൻ, ആവശ്യങ്ങൾ ഞങ്ങളെ നിയന്ത്രിക്കുകയല്ല. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഡംബരങ്ങളെയും ഞങ്ങൾ നിയന്ത്രിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം.
കർത്താവെ, വലിയ വലിയ ചിന്തകളാണ്. ഞങ്ങളുടെ ജീവിതം വളരെ ബലഹീനമാണ്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങൾ മത്സരിക്കാതെ, എതിർക്കാതെ ഞങ്ങൾ കീഴടങ്ങുന്നവരാ. കർത്താവെ, കീഴടങ്ങാൻ ഞങ്ങളെ സമ്മതിക്കില്ലേ? നിരന്തരമായി പോരാടാൻ ഞങ്ങളെ സഹായിക്കും. പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാൻ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മെല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, വിട്ടുപോയ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി സഹായിച്ച ബാബുച്ചാനോട്, സങ്കീർത്തനം വായിച്ച അരൂപിനോട്, പ്രാർത്ഥനയിൽ നയിച്ച ആശിഷിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ധാരാളം പേരിന്ന് പങ്കെടുത്തു. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.